രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു യോഹന്നാനാൽ സ്നാനമേറ്റതിനു ശേഷം മരുഭൂമിയിൽ ചില ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് നമുക്കറിയാം. ആ വേദഭാഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ അതിനെ തുടർന്ന് മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് യേശുവിനെ പ്രലോഭനത്തിൽ കൊടുക്കാൻ പരീക്ഷകൻ അടുത്തു വന്ന് വിവിധ നിലയിൽ പരീക്ഷിച്ച ആ പരീക്ഷകളെ കുറിച്ച് നമ്മൾ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ തൊട്ടേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആ പരീക്ഷകളൊക്കെ തികച്ച ശേഷം യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു എന്നത് ആ വേദഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മടങ്ങി ചെല്ലുന്ന ആ സമയം കൊണ്ട് തന്നെ അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നിരുന്നു. യോഹന്നാന്റെ സാക്ഷ്യ നിമിത്തവും അവനെ അനുഗമിക്കുന്നവരുടെ ശിഷ്യന്മാരുടെ സാക്ഷ്യ നിമിത്തവും അവൻ ചെയ്ത ചില അത്ഭുതങ്ങൾ കൊണ്ടൊക്കെ അവൻ പാർത്തിരുന്ന ദേശം മുഴുവനും അല്ലെങ്കിൽ ഗലീലുള്ള നാട്ടിലൊക്കെയും കർത്താവിനെ കുറിച്ചുള്ള ശ്രുതി പകർന്നിരുന്നു. അവിടെയുള്ള യഹൂദ പള്ളികളിൽ യേശു പഴയ നിയമ തിരുവെഴുത്തുകൾ വായിക്കുകയും ഉപദേശിക്കുകയും പതിവായിരുന്നു. യഹൂദ പള്ളികൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആരാധന, പ്രാർത്ഥന അല്ലെങ്കിൽ മതപരമായ മറ്റു നിർദ്ദേശങ്ങളൊക്കെ, അതുപോലെ ന്യായപ്രമാണ വിഷയങ്ങളുടെ ന്യായവിസ്താരങ്ങളൊക്കെ നടത്തുവാനായിട്ട് ഇസ്രായേൽ ദേശത്തിലുടനീളം യഹൂദന്മാർ പണിതിരിക്കുന്ന ചെറിയ ചെറിയ ആ കൂട്ടത്തിൽ കൂടി വരുവാൻ വേണ്ടി പണിതിരിക്കുന്ന കെട്ടിടങ്ങളാണ് അവരുടെ പള്ളികൾ. അത് യഹൂദന്മാരുടെ ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. എല്ലാ ശബദ ദിവസങ്ങളിലും അവരെല്ലാം അവിടെ ഒരുമിച്ച് കൂടുമായിരുന്നു. അവിടെ പൗലോസ് ശുശ്രൂഷനെ കുറിച്ചൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലും തുടർന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ഇവിടെ കർത്താവിന്റെ കാലത്ത് മതനേതാക്കന്മാരുടെ താല്പര്യപ്രകാരം യേശു അവരുടെ പള്ളികളിൽ പലപ്പോഴും ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴൊക്കെ ആ ദൈവവചനം വായിക്കാൻ, പഴയ നിയമ തിരുവെഴുത്തുകൾ വായിക്കാനൊക്കെ അവസരങ്ങളും കർത്താവിന് കൊടുത്തിട്ടുണ്ട്. ഒരു ശബത്ത് നാളിൽ യേശു കർത്താവ് സിനഗോഗിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമായിരുന്നു അവന്റെ അടുക്കൽ കൊടുത്ത് അല്ലെങ്കിൽ അവന്റെ അടുക്കൽ എത്തിച്ചത്. യേശുക്രിസ്തു ആ പുസ്തകം തുറന്ന് ചില വേദഭാഗങ്ങൾ മാത്രം വായിച്ചിട്ട് ആ പുസ്തകം ശുശ്രൂഷക്കാരനെ മടക്കി കൊടുത്തതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം. ആ വാക്യങ്ങൾ ഇതിനാണ്. 4-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തതാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ചെല്ലുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ പഴയ തിരുവെഴുത്തുകളൊക്കെ സ്ഥിരമായി വായിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അതെന്നുള്ളത്. പക്ഷേ ഈ രണ്ട് വാക്യങ്ങൾ മാത്രം വായിക്കുമ്പോൾ തന്നെ അതിന് തുടർന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അസാധാരണമായി എന്തോ ഒന്ന് സംഭവിച്ചു എന്നുള്ളത് നമുക്കവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ 20-ാം വാക്യം കൂടി ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവൻ പുസ്തകം അടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്, എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു എന്നുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മുടക്കം കൂടാതെ തുടർച്ചയായി അവിടെ കടന്നു വരുന്നവർ കാലാകാലങ്ങളായി കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന യെശയ്യാ പ്രവചനത്തിലെ ഒരു ചെറിയ ഭാഗം വായിച്ച് നിർത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട വാക്യം വ്യക്തമാക്കുന്നത്. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ സങ്കീർത്തനങ്ങൾ 23-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം ഇതൊക്കെ നമ്മൾ തുടർച്ചയായി വായിക്കുന്നതൊക്കെ നമ്മൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഇത് എല്ലാ ദിവസവും മിക്കവാറും ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യങ്ങൾ കുറഞ്ഞത് അങ്ങനെ വായിക്കുന്നതുകൊണ്ട് ഒരു വാക്യം വായിച്ചാൽ അടുത്ത വാക്യം ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ കണ്ണുകൾ പുസ്തകത്തിൽ പോയില്ലെങ്കിലും ആ വാക്യത്തിലേക്ക് വാക്യത്തിലേക്ക് നമ്മുടെ നാവ് അല്ലെങ്കിൽ അത് ഉച്ചരിച്ചു പോകുമായിരുന്നു. അങ്ങനെ അത് തുടർച്ചയായി കേൾക്കുമ്പോൾ അത് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് വന്നപ്പോൾ അവിടെ അല്ലെങ്കിൽ ആ വാക്യം വായിച്ചപ്പോൾ ഒരു അസ്വാഭാവികത അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവരുടെ അമ്പരപ്പിന് കാരണം കർത്താവ് അവിടെ വായിച്ചു നിർത്തിയ ഇടമായിരുന്നു. ഇനി നമ്മൾ യെശയ്യാ പ്രവചനത്തിലെ ആ വേദഭാഗത്തിലേക്ക് കൂടി ഒന്ന് പോയിച്ച് നമുക്ക് മടങ്ങി വരാം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിൽ നിന്നുള്ള 1-2 വാക്യങ്ങളായിരുന്നു അവിടെ വായിച്ചിരുന്നത്. അവിടെ എങ്ങനെയാണ് കാണുന്നത്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും എന്നാണ് ആ 61-ാം അധ്യായത്തിലെ ആ പ്രവചനം മുന്നോട്ട് പോകുന്നത്.
എന്നാൽ ലൂക്കോസ് രേഖപ്പെടുത്തിയതനുസരിച്ച് കർത്താവ് ഇവിടെ വായിച്ചതിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണാമെങ്കിലും വേറെ ചില ആ പദത്തിന്റെ ഘടനകൾ അർത്ഥമുള്ള അതേ അർത്ഥമുള്ള പദങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും ആശയപരമായി ദൈവത്തിന്റെ പ്രതികാര ദിവസം എന്നുള്ളത് അവിടെ വിട്ടുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ഒരു പദം, ദൈവത്തിന്റെ പ്രതികാര ദിവസം എന്നുള്ള ഒരു പദം വിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വിട്ടുപോയി എന്ന് പറയുന്നത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ യേശു കർത്താവ് അത് വായിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. തിരുവചനം അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രസാദ വർഷവും പ്രതികാര ദിവസവും ഭൂമിയിലെ ജനങ്ങളെ അറിയിക്കാൻ വരുന്നത് യേശു കർത്താവ് തന്നെയാണ്. യേശു കർത്താവ് തന്നെയാണ് ദൈവത്തിന്റെ പ്രസാദ വർഷം അറിയിക്കുന്നതും പ്രസാദ വർഷത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നതും ആ പ്രസാദ വർഷത്തിന്റെ അനുഗ്രഹങ്ങളിലൂടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നതും. അതുപോലെ തന്നെ ആ പ്രതികാര ദിവസത്തിലും അതിന്റെയും നേതൃത്വം, അതിന്റെയും ചുമതല, അതെല്ലാം നിർവഹിക്കുന്നതും യേശു കർത്താവ് തന്നെയാണ്. എന്നാൽ ഇവിടെ പ്രതികാര ദിവസത്തെക്കുറിച്ചുള്ള അറിയിപ്പ് വായിക്കാതെ പ്രസാദ വർഷത്തെ പ്രസംഗിക്കുവാൻ എന്ന് മാത്രം വായിച്ച് യേശു കർത്താവ് ആ പുസ്തകം അടച്ച് അവിടെ തിരികെ നൽകിയതായിട്ടാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തതിലൂടെ നമ്മുടെ കർത്താവ് തന്റെ ആദ്യ വരവുമായി ബന്ധപ്പെട്ട തന്റെ ശുശ്രൂഷയും രണ്ടാം തവണയായി കർത്താവ് വരുമ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുമ്പോൾ ആ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം തമ്മിൽ വളരെ കൃത്യമായി വേർതിരിച്ച് അവിടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു സൂചന നൽകിയിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രസാദ വർഷം അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഏറ്റവും അവസാനം കാൽവറിയിലെ പ്രായശ്ചിത്ത യാഗത്തിലൂടെയും അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്നതിലൂടെ പ്രസിദ്ധമാക്കുവാനാണ് കർത്താവ് തുനിഞ്ഞത്. ഇതെല്ലാം കർത്താവ് നമ്മളെ അറിയിച്ചതാണ്. അങ്ങനെ കർത്താവിന്റെ അപ്പോസ്തലന്മാരിലൂടെ, കർത്താവിലൂടെ, സുവിശേഷത്തിലൂടെ, ലേഖനങ്ങളിലൂടെ ഒക്കെ ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സുവിശേഷ കാലഘട്ടത്തെ തന്നെയാണ് ഈ സുപ്രസാദകാലം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രസാദകാലം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന സമയത്ത് നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനം ആരംഭിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് നാം ഓർക്കുക. അതുകൊണ്ടാണ് അത് അല്ലെങ്കിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ യേശു കർത്താവ് തുടർന്ന് യെശയ്യാ പ്രവചനത്തെ തുടർന്നുള്ള ആ വാക്ക് വായിക്കാതെ അവിടെ ആ പുസ്തകം അടക്കി വെച്ചത്. കർത്താവിന് ആദ്യം പറയാനുള്ളത് ആ പ്രസാദ വർഷത്തെക്കുറിച്ച് മാത്രമായിരുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ഇപ്പോൾ ജീവിക്കുന്ന ദൈവകൃപയുടെ മുഴുവൻ കാലഘട്ടത്തെയും നമ്മുടെ കർത്താവ് ഒരു ബ്രാക്കറ്റ് പീരീഡിനുള്ളിലാക്കി അതിനെക്കുറിച്ച് മാത്രം പറയുവാനായിട്ട് ഒരു ഇടവേള എടുത്തതുപോലെ അങ്ങനെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. നമ്മൾ ആ കണ്ട അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കാനിരിക്കുന്ന ആ ബ്രാക്കറ്റ് പീരീഡ് കുറഞ്ഞത് 2000 വർഷത്തിലധികമുള്ള ഒരു കാലഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് കർത്താവ് ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞു പോയിട്ടുള്ളത്. ഇതുവരെയും കർത്താവ് വന്നിട്ടില്ല. അതുകൊണ്ട് കുറഞ്ഞത് 2000 വർഷത്തോളമുള്ള ഒരു കാലഘട്ടം ഇന്ന് രാത്രിയിലോ അടുത്ത നിമിഷത്തിലോ ഇനി അടുത്ത ദിവസത്തിലോ കർത്താവ് വരുമെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തെ മുഴുവൻ അത് പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി അത് എത്രമാത്രം നീളും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതും കർത്താവിന്റെ തീരുമാനത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവ് എന്ന് ആ പ്രസാദ വർഷം അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ കർത്താവ് പുസ്തകം അടച്ചതിന് ശേഷം ആ പ്രവചനത്തിൽ യെശയ്യാ പ്രവചനത്തിന്റെ 61-ാം അധ്യായത്തിന്റെ തുടർവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആ പ്രവചനത്തിന്റെ മറ്റൊരു ഭാഗവും പൂർത്തീകരിച്ചിട്ടില്ല, അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ആ പ്രസാദ വർഷം മാത്രം പ്രസംഗിച്ച് അവിടെ നിർത്തി എന്നുള്ളത് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു എളിയ കൃപയോട് വന്ന് ദരിദ്രരോട് സുവാർത്ത പ്രസംഗിച്ചു. അവൻ ഹൃദയം തകർന്നവരുടെ മുറിവുകൾ കെട്ടി, തടവറയിൽ ഉള്ളവർക്ക് വിടുതലും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചു എന്നുള്ളത് നമുക്ക് ആ വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതൊക്കെ ഏതെല്ലാം വിധത്തിൽ ആത്മീയമായി ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും അധികം കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു വിധത്തിലും ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നു ചേരാൻ കഴിയാത്ത മനുഷ്യർക്ക് അതിനുവേണ്ട സാഹചര്യങ്ങളും വഴികളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ഭൂമിയിലെ മനുഷ്യരെ യേശു കർത്താവ് അറിയിച്ചു. എന്നാൽ ഇസ്രായേൽ അവനെ തള്ളിക്കളഞ്ഞു. ആ കാര്യങ്ങൾ നമുക്കറിയാം. തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രാജാവിനെ നസ്രയത്തിലെ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വരുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തള്ളിക്കളഞ്ഞത്. പക്ഷെ അവനെ തിരസ്കരിക്കുന്നതിലൂടെ, ഇസ്രായേൽ അവനെ തള്ളിക്കളയുന്നതിലൂടെ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച മറ്റു തിരുവെഴുത്തുകൾ അവരിൽ നിറവേറുകയും കൂടി ചെയ്യുകയായിരുന്നു. അതിന്റെ പ്രവചനങ്ങൾ പല നിലയിലാണ് അതൊക്കെ പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
നമ്മൾ പലതവണ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് പോലെ ലോക സ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിച്ച പ്രകാരമുള്ള ദൈവത്തിന്റെ സഭയിലേക്ക്, അതായത് എഫേസ്യ ലേഖനത്തിൽ ആ വാക്യത്തിനോട് ചേർത്ത് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ആ സഭയിലേക്ക് യഹൂദന്മാരിൽ നിന്നും വിവിധ ജാതികളിൽ നിന്നും ഒരു കൂട്ടത്തെ ചേർത്ത് അവരിൽ ദൈവികമായ ആത്മീയ അനുഗ്രഹങ്ങളെ പകർന്ന് അവരെല്ലാം ദൈവത്തിന്റെ അവകാശികളാക്കി മാറ്റുമെന്ന മർമ്മം വെളിപ്പെടുത്തി തുടങ്ങിയത് ദൈവത്തിന്റെ ആ പ്രസാദ വർഷത്തിലാണ്, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമായ സ്വീകാര്യമായ ആ വർഷത്തിൽ, അല്ലെങ്കിൽ ആ സമയ കാലയളവിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമ പ്രവാചകന്മാരുടെ പക്കൽ ദൈവം തന്റെ പദ്ധതികളെ കുറിച്ച് അറിയിച്ചപ്പോൾ അത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നതിനെ അറിയിച്ചിട്ടില്ല. നിരവധി പ്രവചനങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം പഴയ നിയമത്തിലുള്ള ആ പ്രവചനങ്ങളും പുതിയ നിയമവുമായിട്ട് ചേർത്തിട്ടൊക്കെയാണ് നമ്മൾ അതിന്റെ കാലയളവുകളെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള നിഗമനങ്ങളിലൊക്കെ നമ്മൾ എത്തുന്നത്. എന്നാൽ ദൈവത്തിന്റെ പ്രസാദ വർഷത്തിന്റെ ഈ യുഗം അവസാനിപ്പിക്കുകയും ദൈവത്തിന്റെ സഭ എന്നേക്കും കർത്താവിനോടൊപ്പം ഇരിക്കാനായി എടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ യശയ്യാപ്രവചനത്തിൽ കണ്ടതുപോലെ ദൈവത്തിന്റെ പ്രതികാര ദിനം എന്ന ആ പ്രവാചക തിരുവെഴുത്തുകളിൽ, അല്ലെങ്കിൽ അതിൽ പ്രവാചക തിരുവെഴുത്തുകളിൽ യശയ്യാപ്രവചനം മാത്രമല്ല പല പ്രവചനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രതികാര ദിനത്തിന്റെ അതിന്റെ അല്ലെങ്കിൽ പതിവായി പരാമർശിച്ചിരിക്കുന്ന ആ ന്യായവിധിയുടെ ഭയാനകമായ കാലഘട്ടം ആഗതമാകും എന്നുള്ളതും നമുക്കറിയാം. അത് വിശ്വാസത്യാഗികളായ ക്രൈസ്തവ ലോകത്തോടും വിശ്വാസത്യാഗികളായ യഹൂദ മതത്തോടുമൊപ്പം വിശ്വസിക്കാൻ തയ്യാറാകാത്ത ജാതികളോടും ദൈവം ന്യായവിധിയിൽ ഇടപെടുന്ന ദിവസമായിരിക്കും ആ പ്രതികാര ദിനം എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം നിരസിക്കുകയും അവന്റെ പുത്രനെ നിരസിക്കുകയും അതുപോലെ തന്നെ അവന്റെ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുകയും ചെയ്ത സകലരുടെ മേലും അവന്റെ ക്രോധത്തിന്റെ കലശങ്ങൾ ചൊരിയുന്ന ദിവസമായിരിക്കും ആ പ്രതികാര ദിനം എന്ന് പറയുന്നത്. ആ പ്രതികാര ദിനം തിരുവെഴുത്തുകളിൽ പല പേരുകളിൽ വീണ്ടും വീണ്ടും പരാമർശിക്കപ്പെടുന്നതും നമുക്കറിയാം. അതിനെ കർത്താവിന്റെ വലുതും ഭയങ്കരമായ ദിവസമെന്നും യാക്കോബിന്റെ കഷ്ടകാലമെന്നും മഹാകഷ്ടം എന്നിങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള പല പേരുകളിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ഞാൻ അതിലേക്കൊന്നും കൂടി പോകാൻ കഴിയുന്നില്ല. എങ്കിലും അതേസമയം നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രി ഉപയോഗിച്ചാൻ പറഞ്ഞതുപോലെ ഭൂമിയിലെ ദൈവഭക്തന്മാർ ഇപ്പോൾ കടന്നു പോകുന്ന പരീക്ഷണങ്ങളും കഷ്ടതകളുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതും നാം ഗ്രഹിക്കണം. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ആ സഭയുടെ ജീവിതം, അല്ലെങ്കിൽ സഭയുടെ ആ സാക്ഷ്യത്തിന്റെ മുഴുവൻ കാലഘട്ടവും കഷ്ടത നിറഞ്ഞതാണ്, കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകും, എന്നാൽ എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്നാണ് അവന്റെ വാക്തത്വം നിൽക്കുന്നത്. അന്നേരം ദൈവസഭയോട് ഉണ്ടാകുന്ന കഷ്ടതകൾ അതൊരിക്കലും ഇതുമായിട്ട് ബന്ധിപ്പിക്കരുത്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നുള്ളത് നാം മനസ്സിലാക്കുക. അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ കഷ്ടതയിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ള കാര്യവും ആ വാക്യവും നമുക്കറിയുന്നുണ്ടല്ലോ. എന്നാൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കുന്ന മഹാകഷ്ടം എന്ന് വിളിക്കപ്പെടുന്നതിൽ നിന്ന് അതിനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ കഷ്ടങ്ങളെ നാം വേർതിരിച്ച് കാണേണ്ടതുമാണ്. ഇനി ഇതിന് സമാനമായ മറ്റൊരു വേദഭാഗം കൂടെ ഇതിന്റെ ഒപ്പം നമുക്ക് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, അതിന്റെ 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലളിതമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോയിരുന്ന ആ യോഹന്നാന്റെ പ്രസംഗങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ വളരെ കർക്കശമായിരുന്നു എന്നുള്ളത് ആ തിരുവചന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം. ലളിത ജീവിതം, അതുപോലെ ദൈവമക്കൾക്ക് ദൈവോപചരത്തിൽ അനുവദിക്കുന്ന വിവിധ കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു അല്ലെങ്കിൽ പോകുന്നവരുടെ അവരുടെയൊക്കെ വാക്കുകൾക്ക് അല്പം കൂടെ ഗൗരവവും ആഴവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും പലരുടെയൊക്കെ പ്രസംഗങ്ങൾ നമ്മൾ വിലയേറിയതായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന പല ഭക്തന്മാരുടെയൊക്കെ, ജോർജ് മുള്ളർ, അങ്ങനെ സി ടി സ്റ്റഡിങ്ങിനുള്ള ഭക്തന്മാരുടെയൊക്കെ വാക്കുകൾ നമ്മൾ വില കൊടുക്കുന്നത് അവരുടെ ലളിത ജീവിതവും അതിന്റെ ഒപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങളെയൊക്കെ ദൈവഹിതപ്രകാരം അതിനെയൊക്കെ നേരിട്ട് അതിനെയൊക്കെ അതിൽ കൂടിയൊക്കെ കടന്നു പോകാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ളവരുടെ വാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേക ഗൗരവവും ആഴവും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ചുറ്റുമുള്ള പൊതുജീവിതത്തിലും അപ്രകാരം ലളിത ജീവിതം നയിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയത്തിലാണെങ്കിലോ അല്ലെങ്കിൽ പൊതുജീവിതം നയിക്കുന്നവരിലൊക്കെ അങ്ങനെ ലളിത ജീവിതത്തിലൂടെ ഒക്കെ പോകുമ്പോൾ അവരുടെ വാക്കുകൾക്കൊക്കെ എല്ലാവരും കാതോർക്കാറുണ്ട്. യോഹന്നാൻ സ്നാപകനും ആ നിലയിൽ തന്നെയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ അന്ന് പ്രസംഗിച്ച പ്രസംഗങ്ങൾ അതൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ കാരണം ആ ലളിത ജീവിതവും അവന്റെ ആ സമർപ്പണവും ആ കഷ്ടങ്ങളിലൊക്കെ അവനായിരുന്നതൊക്കെ അവൻ ആ നിലയിലൊക്കെ ആയിരുന്നതുകൊണ്ടാണ്. അന്നേരം യോഹന്നാൻ സ്നാപകൻ അന്ന് പ്രസംഗിച്ച ആ പ്രസംഗങ്ങളൊക്കെ ഇന്ന് വായിക്കുമ്പോൾ കേൾവിക്കാർ എത്രമാത്രം സഹിഷ്ണുത കാണിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്.
എന്ന് സഹിഷ്ണുത എന്ന് പറയുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ അത്രയും കഠിനമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് നമ്മൾ യോഹന്നാൻ അങ്ങനെ അന്ന് പറഞ്ഞിരുന്നു, തിരുവചനത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ആ പ്രസംഗത്തിൽ ഇന്നും അതേ പ്രസക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെയൊക്കെ മയപ്പെടുത്തിയാണ് ഇന്ന് നമ്മൾ വചനങ്ങളൊക്കെ പ്രസംഗിക്കാറുള്ളത്. ആ നിലയിലാണ് നമ്മൾ അതിനെയൊക്കെ കൊണ്ടുപോകാറുള്ളത്. യോഹന്നാൻ തന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുവാനായി സമർപ്പിക്കുന്ന വ്യക്തികളെ അതിന്റെ അടയാളമായി സ്നാനം കഴിപ്പിച്ചിരുന്നല്ലോ. അപ്രകാരം മാനസാന്തരത്തിനായി വ്യക്തികളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുമ്പോൾ പിന്നാലെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു സ്നാനത്തെക്കുറിച്ചും യോഹന്നാൻ അറിയിച്ചിരുന്നു. അത് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നു, തനിക്ക് പിന്നാലെ വരുന്ന തന്നേക്കാൾ വളരെ യോഗ്യനായ കർത്താവിനാൽ നടത്തപ്പെടുന്ന ഒരു സ്നാനമായിരുന്നു അത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ സ്വതവേ കർക്കശക്കാരനായിരുന്ന യോഹന്നാൻ എത്രമാത്രം ഭവ്യതയോടുകൂടെയാണ് അത് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല എന്ന യോഹന്നാൻ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. യോഹന്നാൻ തുടർന്ന് ദൈവത്തിന്റെ പ്രസാദ വർഷം ഘോഷിക്കാനായി വരുന്ന കർത്താവ് അതിനുവേണ്ടി ചെയ്തെടുക്കുന്ന പ്രവൃത്തികളെയും വിവരിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കുമെന്നുള്ളതാണ് യോഹന്നാൻ അവിടെ പ്രവചിച്ചു പറയുന്നത്. ഈ വേദഭാഗത്തോട് ചേർന്ന് തന്നെ, അതായത് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും എന്ന് പറയുന്ന ഈ വേദഭാഗത്തോട് ചേർന്ന് നിരവധി ദുരുപദേശങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഫയർ കോൺഫറൻസുകൾ, അഗ്നി അഭിഷേകം തുടങ്ങി നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ദൈവവചന വിരുദ്ധമായ കൂടിച്ചേരലുകൾ, പഠിപ്പിക്കലുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ നമുക്ക് കാണാറുണ്ട്. അതിനെതിരെയൊക്കെ ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നതും അതിനൊക്കെതിരെ ആഹ്വാനം ചെയ്യുന്നതും ഒക്കെ നമുക്കറിയാമല്ലോ. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു കൺവെൻഷനിൽ, ഒരു ക്രിസ്തീയ കൺവെൻഷനിൽ സ്റ്റേജിന് മുന്നിലായി വലിയൊരു അഗ്നികുണ്ഡം തയ്യാറാക്കി ഫയർ കോൺഫറൻസ് എന്ന പേരിൽ പല സെഷനുകൾ ചെയ്തതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ തിരുവചനത്തോട് ബന്ധപ്പെടുത്തി നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഒറ്റ നോട്ടത്തിൽ ആ വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറയുന്നത് ഒരേ വ്യക്തിയിൽ തുടർച്ചയായി നടക്കുന്ന ആ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നാം. തുടർന്ന് കാണുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ തുടർച്ചയായി സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് നമുക്കവിടെ തോന്നിപ്പോകാം. എന്നാൽ അതിന് മുകളിലും താഴെയുമുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനാലും തീയാലും നടത്തുന്ന സ്നാനത്തെ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിനെ മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് ആദ്യം പറയുന്നത്. ഇവിടെ അബ്രഹാമിന്റെ തലമുറയിൽ നിന്നും മാനസാന്തരപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിനാലും സ്നാനം കഴിപ്പിച്ച് നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ച ദൈവത്തിന്റെ പ്രസാദ വർഷത്തിലേക്ക് ആനയിക്കുന്ന കാര്യമാണ്. അതാണ് നടക്കുന്നത്. അവരെ ആ നിലയിലാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ജാതികൾ അല്ലെങ്കിൽ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉളവാക്കുന്നു എന്ന് പറയുന്നത് പോലെ ജാതികളുടെ ഇടയിൽ നിന്നും ഒരു വലിയ കൂട്ടത്തിനും കൂടി ദൈവത്തിന് പ്രസാദമുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു കൂട്ടത്തിലേക്കും അനുഭവത്തിലേക്കും പ്രവേശിപ്പിക്കും എന്നതിനെ കൂടെ അവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. രണ്ട് കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ജാതികളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും ആ കൂട്ടത്തിലേക്ക് ദൈവം ഉൾപ്പെടുത്തിയല്ലോ. അങ്ങനെയാണല്ലോ നമ്മളും ആ ഭാഗ്യകരമായ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഉടമകളായത്. ഇനി അതിന്റെ തുടർന്ന് അതിന്റെ 10-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ വാക്യം പരിശോധിക്കുമ്പോൾ 10-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ നിലനിർത്തും എന്നുള്ളൊരു കാര്യം അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അത് കായ്ക്കാത്ത ഫലമെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ആ വാക്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ തീയാൽ നടത്തപ്പെടുന്ന ആ ശുശ്രൂഷ വളരെ ഭയാനകമായ ഒന്നാണെന്ന് അധികം വിവരിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. തീയാൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ ഒരു ആത്മീകമായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതല്ല. നല്ല ഫലം കായ്ക്കുന്നതിനെ അതിനെ അവിടെ വിട്ടിട്ട് നല്ല ഫലം കായ്ക്കാത്തതിനെ വിട്ട് തീയിലിട്ട് കളയുന്നു എന്ന് പറയുമ്പോൾ അതിലുള്ള ഭയാനകത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ. ഇതാണ് അഗ്നിയാൽ നടക്കുന്ന സ്നാനമെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നവർ ദൈവത്തിന്റെ പ്രസാദ വർഷത്തിൽ കടന്നവരല്ല എന്ന് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാം. അവർ ദൈവത്തിന്റെ പ്രസാദ വർഷത്തിൽ ഉൾപ്പെട്ടവരല്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി അതിന്റെ 12-ാം വാക്യം കൂടെ നമുക്ക് നോക്കാം. അവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുമെന്നാണ് ആ വാക്യത്തിൽ വിവരിക്കുന്നത്.
ഈ വാക്യത്തിൽ വീശുമറ ഉപയോഗിച്ച് ഗോതമ്പിനെയും അല്ലെങ്കിൽ നെല്ലിനെയും പതിരിനെയും വേർതിരിക്കുന്നതിനെ വിശദീകരിക്കുന്നതാണല്ലോ. ഇവിടെ പറയുന്ന ഈ വീശുമറം, അതിന്റെ പ്രവർത്തനം ഈ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. എന്നാൽ ഞാൻ ഒരു ഉദാഹരണത്തോടെ ഞാൻ ഇതിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് പലപ്പോഴും വീഡിയോ കണ്ടിട്ടുണ്ടാവും, വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ തോതിൽ ക്യാരറ്റ് അതുപോലെയുള്ള കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അതിന്റെ വിളവെടുക്കുന്നതിന്റെയും വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ വലിയ യന്ത്രങ്ങൾ ക്യാരറ്റിനെ മണ്ണിനോട് കൂടെ തന്നെ ഇളക്കിയെടുത്ത് നീളമുള്ള ഒരു ബെൽറ്റിൽ കൂടെ സഞ്ചരിക്കാൻ വിടുന്നുണ്ട്. ആ സമയത്ത് ആ ക്യാരറ്റിന് ചുറ്റുമുള്ള മണ്ണ് ഇളകി ബെൽറ്റിലുള്ള സുഷിരങ്ങൾ താഴേക്ക് പോവുകയും തുടർന്ന് ക്യാരറ്റ് തനിയെ ശേഖരിക്കുന്ന ആ ഒരു വിധം, അത് നമ്മൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ മിഷൻ അത് പൂർത്തീകരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും അവസാനം അത് കഴുകി വൃത്തിയാക്കി പാക്ക് ചെയ്ത് അത് പുറത്തു വരുമല്ലോ. അങ്ങനെ അതിനെ ശുദ്ധീകരിക്കുന്ന അങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നെല്ലും അല്ലെങ്കിൽ പതിരും ഉൾപ്പെടുന്ന വിളവ് പതുക്കെ ഒരു കുട്ടയിൽ കൂടെ അല്ലെങ്കിൽ കുട്ടയിൽ നിന്ന് താഴേക്കിടുമ്പോൾ വീശുമറ ഉപയോഗിച്ച് അതിന്മേൽ കാറ്റടിപ്പിക്കും. ഭാരം കൂടിയ ഗോതമ്പ് മണി അല്ലെങ്കിൽ നെന്മണി നേരെ താഴെയും ഭാരം കുറഞ്ഞ പതിര് അവിടെ നിന്നും അല്പം അകലെയായും ചിതറി വീഴും. അങ്ങനെയാണ് അതിനെ ഗോതമ്പും നെല്ലും അല്ലെങ്കിൽ ഗോതമ്പും പതിരുമായി അല്ലെങ്കിൽ നെല്ലും പതിരുമായി വേർതിരിക്കുന്നത്, വീശുമറ ഉപയോഗിച്ച് വേർതിരിക്കുന്നത്. വീണ്ടും ആ പതിര് ഗോതമ്പ് മണികളായി ഇടകലരാതിരിക്കാനായി പതിരിനെ ഇടയ്ക്കിടെ ദൂരേക്ക് വകഞ്ഞു മാറ്റും. ഇങ്ങനെയുള്ള കൊയ്ത്ത് കളത്തിൽ അല്ലെങ്കിൽ മെതിക്കളത്തിലൊക്കെ പോകുമ്പോൾ അവരിടയ്ക്കിടയ്ക്ക് ആ നടുക്ക് കൂട്ടിയിരിക്കുന്ന നെല്ലിന്റെ ചുറ്റും നിന്ന് പതിരിനെ കാലുകൊണ്ടോ ചൂലുകൊണ്ടോ അടിച്ചു മാറ്റി ദൂരേക്ക് മാറ്റി അങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരതിരിട്ട് ദൈവഭക്തന്മാരുടെ ആത്മീയതയെ ദൈവം സംരക്ഷണം ചെയ്യുന്നതും ആ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവം തന്റെ ഭക്തന്മാരുടെ ആത്മീയതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ വീശുമറ ഉപയോഗിച്ച് വേർതിരിച്ച ശേഷം ഗോതമ്പ് മണിയെ നടുക്ക് കൂട്ടിയിരിക്കുന്ന ആ ഗോതമ്പ് മണിയുടെ ആ കൂട്ടത്തെ കളപ്പുരയിലേക്കും അവിടെ ആകെ അങ്ങനെ തടുത്തുകൂട്ടി അകലേക്ക് മാറ്റി നിർത്തിയ ആ പതിര് അല്ലെങ്കിൽ അവിടെ മുഴുവൻ അലങ്കോലമാക്കിയും ഒരു ശല്യമായും ചിതറിക്കിടക്കുന്ന ആ പതിരിനെ അടിച്ചു വാരി ഒരുമിച്ച് കൂട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പലരും, നമ്മൾ പ്രായമുള്ള പ്രിയപ്പെട്ടവരൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. ആ പതിരിനെ അല്പസമയം കൂടി ആ അവസ്ഥയിൽ അവിടെ തന്നെ വിട്ടാൽ അല്ലെങ്കിൽ അവിടെ ആ കിടക്കുന്നിടത്ത് അതേപോലെ അങ്ങ് വിട്ടാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മറ്റ് കാറ്റിനാൽ അത് വീണ്ടും ചിതറി ആ പരിസരം മുഴുവൻ വീണ്ടും അലങ്കോലമാകും എന്നുള്ളതും നമുക്കറിയാം. അതിനാൽ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് മാറ്റിയാൽ ഉടനടി ചെയ്യുന്നത് ആ ഉപയോഗമില്ലാത്ത ആ പതിരിനെ ഒരുമിച്ച് കൂട്ടി മുഴുവനായി കത്തിച്ച് കളയുകയാണ്. ഈ വിശദീകരണത്തിൽ നിന്നും തീയാലുള്ള സ്നാനം എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഒരു പഴയ നിയമ പ്രവാചകനാണ്. ആ കാര്യം നമുക്കറിയാം. കർത്താവ് പഴയ നിയമ പ്രവാചകൻ യോഹന്നാൻ വരുന്നുള്ള കർത്താവിന് സാക്ഷ്യം പറയുന്നുണ്ട്. അന്നേരം എല്ലാ പഴയ നിയമ പ്രവാചകന്മാരെ പോലെയും യോഹന്നാനും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള പരിശുദ്ധാത്മാവിനുള്ള സ്നാനവും അതിൽ ഉൾപ്പെടാത്തവർക്കുള്ള തീയാലുള്ള സ്നാനവും ഇവിടെ ഒരുമിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകനും അത് തന്നെയാണ് പറഞ്ഞത്. പ്രസാദ വർഷവും പ്രതികാരം ദിവസവും ഒരുമിച്ച് തന്നെയാണ് യെശയ്യാ പ്രവാചകനും പ്രവചിച്ചു പറഞ്ഞത്. എന്നാൽ കർത്താവ് അതിൽ നിന്നും അപ്പോൾ നിവൃത്തിയാകുന്ന ആ പ്രധാന കാര്യമാകുന്ന ദൈവത്തിന്റെ പ്രസാദ വർഷത്തെക്കുറിച്ച് മാത്രമാണ് അവിടെ സംസാരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ പ്രസാദത്തിന്റെയും പ്രതികാരത്തിന്റെയും കാലയളവിനും ഒരു പ്രത്യേകതയുണ്ട്. അവിടെ പറയുന്നത് പ്രസാദം എന്നൊരു വർഷത്തോട് ചേർത്ത് പറയുന്നു. അതേസമയം പ്രതികാരം എന്നത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും എന്നൊരു സൂചനയോട് കൂടി ഒരു ദിവസത്തോട് ചേർത്ത് പറയുന്നത്. പ്രതികാര ദിവസം അതൊരു ദിവസത്തിൽ തന്നെ തീരും എന്നുള്ള ആ സൂചനയാണ് അവിടെ കാണിക്കുന്നത്. ദീർഘവർഷങ്ങളായി ദൈവത്തിന്റെ പ്രസാദത്തെ അറിയിച്ചു കൊണ്ടിരിക്കെ അതിനെ അവഗണിക്കുന്നവരിലേക്ക് പെട്ടെന്ന് ആ ദിവസവും വന്നു ചേരും എന്നുള്ളൊരു സൂചനയും കൂടെ പെട്ടെന്ന് തന്നെ ആ പ്രതികാര ദിവസം അവരിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം വളരെ നാളുകളായി പലപ്പോഴും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ കർത്താവിന്റെ വരവ് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ അനുകൂലമായി വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെയൊക്കെ മന്ദഗതിയിലേക്ക് ആക്കുമ്പോൾ എപ്പോഴും നമ്മെ ദൈവദാസന്മാരും ദൈവവചനവും പരിശുദ്ധാത്മാവും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു ദിവസം പെട്ടെന്ന് വന്നു ചേരുന്ന ഒന്നാണെന്നുള്ള അതേ സൂചനയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വന്നു ചേരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനോ അതിൽ നിന്ന് രക്ഷ നേടാനോ അങ്ങനെ അല്ലെങ്കിൽ ആ നിലയിൽ ഒന്നും കഴിയാത്തതും ആർക്കും പ്രവർത്തിച്ചു കൂടാനാവാത്ത രാത്രി എന്നപോലെ അത് പുറപ്പെട്ടു വരുമെന്നുള്ളത് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അറിഞ്ഞിട്ടും അതിനു വേണ്ട പരിഗണന നൽകാതെ പോയാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്ന് ആ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ അതിനിടയിൽ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ പരിചയത്തിലും ബന്ധത്തിലുമുള്ള ഒരു വ്യക്തി ഹൃദയ സമരം മൂലം ഈ ലോകത്തിൽ ഞാനൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ ആ പദത്തിലേക്ക് തന്നെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഹൃദയ സമരം മൂലമായിരുന്നു ആ വ്യക്തി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ പിന്നീട് ഫോൺ ചെയ്തപ്പോൾ കൂടുതൽ അറിഞ്ഞപ്പോൾ അധികം
ഞങ്ങളെ സങ്കടപ്പെടുത്തിയത്, അദ്ദേഹം ഒരു ഡോക്ടറെ അടുക്കൽ ചെന്നിരുന്നതായും തനിക്കുള്ള ഹൃദ്രോഗത്തെക്കുറിച്ച് ആ ഡോക്ടർ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതായിരുന്നു. അദ്ദേഹം ആ ഡോക്ടറുടെ മുന്നറിയിപ്പിനെയും തുടർ ചികിത്സയ്ക്കുള്ള നിർദ്ദേശങ്ങളെ ഒക്കെയും ഗൗനിക്കാതെ കുറെ വ്യായാമം ചെയ്താൽ അല്ലെങ്കിൽ കുറെ നടന്നാൽ കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി. താൻ മരുന്നൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ തുടർ ചികിത്സ ഒന്നും ചെയ്തില്ല. എന്നാൽ കഴിഞ്ഞൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് തന്റെ പതിവ് നടത്തത്തിന് പോയ വഴിയിൽ താൻ വീണ് അവിടെ തന്നെ മരിച്ചു പോകുവാനിടയായി. ആ സഹോദരൻ അനുസരിക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങളെ തള്ളിക്കളഞ്ഞതിനാൽ ഉണ്ടായ ആ ദുരന്തത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് ഒന്നും തന്നെ, അല്ലെങ്കിൽ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ഓർമ്മയായി, സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയമായി കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അതിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നമ്മൾ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാരായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിന്റെ പ്രസാദ വർഷത്തിനും പ്രതികാര ദിനത്തിനുമിടയിൽ നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചതുപോലെ ഒരു ബ്രാക്കറ്റ് കാലഘട്ടം ഉണ്ടെന്ന് മനസ്സിലാക്കുമായിരുന്നില്ല. അതിനാൽ പഴയ നിയമ പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് എഴുതിയിരുന്നെങ്കിലും ഈ മഹത്തായ സത്യവുമായി ബന്ധപ്പെട്ട സമയങ്ങളും നിവൃത്തികളും മനസ്സിലാക്കാൻ അവർക്ക് പൂർണ്ണമായും കഴിഞ്ഞിരുന്നില്ല. അവിടെ പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് ആ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 1-10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ അന്വേഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു. അവരുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. എന്നാൽ അവർ ശുശ്രൂഷ ചെയ്തത് അവർക്കായിട്ടല്ല, നമുക്ക് വേണ്ടി എത്രയെന്ന് അവർക്ക് വെളിപ്പെട്ടു. ദൈവദൂതന്മാർ പോലും അറിയുവാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിങ്ങളോട് ഇപ്പോൾ പ്രസംഗിച്ച സുവിശേഷകരാൽ അറിയിക്കപ്പെട്ടത് തന്നെ എന്നാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ പഴയ നിയമ പ്രവാചകന്മാർ ദൈവാത്മാവിനാൽ നിയോഗം പ്രാപിച്ച് പ്രവചനങ്ങളെ എഴുതി എന്നുള്ളത് നമുക്കറിയാം. തുടർന്ന് അവർ ഇരുന്ന് സ്വന്തം രചനകളെ പഠിച്ചു, ചിന്താപൂർവ്വം ചിന്തിച്ചു. ഈ അത്ഭുതകരമായ സംഭവങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ എപ്പോൾ നിറവേറുമെന്നുള്ള കാര്യങ്ങൾ അവർ അതിനെ അപഗ്രഥിപ്പാനൊക്കെ അവർ ശ്രമിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചും തുടർന്ന് വരേണ്ട മഹത്വങ്ങളെ കുറിച്ചും ഒക്കെ അവർ എഴുതി. പക്ഷേ രണ്ടും തമ്മിലുള്ള ഇടവേളകളെ കുറിച്ച് അവർക്കൊന്നും അറിവില്ലായിരുന്നു. നമുക്കും അത് കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും നമുക്ക് അതിന്റെ ഇടയിൽ ആ ഇടവേളകളിലുള്ള ആ കൃപായുഗത്തിലൂടെ കടന്നു പോകാൻ, സുപ്രസാദ കാലഘട്ടത്തിലൂടെ കടന്നു പോകാനൊക്കെ ദൈവം ഒരു അവസരം തന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലേക്ക് ഏറ്റവും വിചിത്രമായ കാര്യം, ഇന്ന് പല ക്രിസ്ത്യാനികളും ഇത് അവഗണിക്കുന്നു എന്നുള്ളതാണ്. ഈ മഹത്തായ ബ്രാക്കറ്റ് കാലഘട്ടത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നതിലൂടെ വചനം പ്രവചനം നിവൃത്തിയാകേണ്ട സമയത്തെക്കുറിച്ചും അവർ ആശയക്കുഴപ്പത്തിലാണ്. അന്നേരം അതിനുവേണ്ടി അല്ലെങ്കിൽ പ്രവചനത്തിന്റെ അല്ലെങ്കിൽ നിവൃത്തിയാകുന്ന സമയത്തെക്കുറിച്ച് ചിന്തിക്കാതെ പെട്ടെന്ന് അത് കടന്നു വരുമെന്നുള്ള ആ മുന്നറിയിപ്പുകളെ അതിനെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നതിനാൽ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിനും പലരുടെ ജീവിതത്തിൽ അമാന്തം സംഭവിക്കുന്നു എന്നുള്ളത് അതും ഒരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു ഉദാഹരണം ഞാൻ ചേർത്ത് പറയട്ടെ. നമ്മളൊക്കെ ടെലിവിഷൻ കാണുമ്പോൾ അതിൽ ചിലപ്പോൾ സ്ക്രോൾ ആയിട്ടുള്ള അതിൽ എഴുത്തുകൾ എഴുതി കാണിക്കാറുണ്ട്. ചിലപ്പോൾ ചിലത് എഴുതി കാണിക്കുന്നത് വായിക്കാനായിട്ട് അത് നമ്മൾ റിമോട്ട് വെച്ചൊന്ന് പോസ് ചെയ്തിട്ട് അത് വായിച്ചതിന് ശേഷം പ്ലേ ബട്ടൺ ഞെക്കുന്നത് അത് നമ്മൾ ചെയ്യാറുണ്ട്. സുപരിചിതമാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പോസ് ചെയ്ത് വായിച്ചിട്ട് ആ പോസ് നമ്മൾ പ്ലേ ബട്ടൺ ഞെക്കി അത് പിന്നെ പ്ലേ ചെയ്യിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതി, ആ എഴുത്തുകളെ വായിക്കാനായിട്ട് പോസ് ചെയ്തതിന് ശേഷം റിമോട്ട് പിടിച്ചിരിക്കുന്ന കയ്യിലെ തള്ളവിരൽ നമ്മൾ പോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വിരൽ മാറ്റിയിട്ട് പ്ലേ ബട്ടന്റെ പുറകിലായിരിക്കും നമ്മുടെ തള്ളവിരൽ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വിരൽ വെക്കുന്നത്. ചൂണ്ടുവിരൽ ഉപയോഗിച്ചാണെങ്കിൽ ചൂണ്ടുവിരൽ നമ്മൾ ആ പോസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ബട്ടന്റെ പുറത്ത് പതിയെ പ്രസ് ചെയ്ത് വെച്ചിട്ടിരിക്കും. അത് വായിച്ച് കഴിഞ്ഞ ഉടനെ പ്ലേ ബട്ടൺ അമർത്തി ആ വീഡിയോ തുടരാൻ നമ്മൾ അനുവദിക്കാറുണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ പോസ് അല്ലെങ്കിൽ പ്ലേ ബട്ടൺ ഞെക്കാനായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ആരെങ്കിലും പൊട്ടെന്ന് പുറകിൽ ഒരു ശബ്ദം കേൾക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ എന്തെങ്കിലും മാറിപ്പോയാൽ പെട്ടെന്ന് അറിയാതെ തന്നെ പ്രസ്സായി അത് വീഡിയോ പ്ലേ ആയി പോകുമെന്ന് നമുക്കറിയാം. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഈ സുപ്രസാദ കാലഘട്ടത്തിൽ അതിന്റെ നല്ല അനുഭവങ്ങളെ അങ്ങനെ അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമുക്കുള്ള ആ കൽപ്പന. പക്ഷേ അതിന് പകരം നാം അതിനെ മുമ്പ് കണ്ടതുപോലെ അവഗണിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ സമയമുണ്ട് അത് നമ്മുടേതായ രീതിയിലൊക്കെ പൂർത്തീകരിക്കാം എന്നൊക്കെ വിചാരിച്ച് നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആ അനുഭവം അല്ലെങ്കിൽ നേരത്തെ വന്നതുപോലെ ആ ഭയങ്കര ദിവസം അല്ലെങ്കിൽ പ്രതികാര ദിവസം അത് പെട്ടെന്ന് വളരെ എത്തുമെന്നുള്ള, നമ്മുടെ അടുക്കൽ എത്തുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ സുപ്രസാദ കാലഘട്ടത്തിൽ അതിന്റെ നല്ല അനുഭവങ്ങളെ അതിന്റെ ഏറ്റവും ആഴത്തിൽ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തട്ടെ. വിശ്വാസത്തിലും പ്രത്യാശയാലും നമ്മുടെ ജീവിതത്തിൽ വളരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഈ ദൈവം ഈ വചനങ്ങളെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അഴിയും. ആമേൻ.
കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും, പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിനി നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. അധികമിനി നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം. പരിപൂർണമായ ദൈവിക രാജ്യമിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. പൂർണ്ണമായ ദൈവിക രാജ്യമിപ്പാരിൽ സ്ഥാപിതമാക്കിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമിനി നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. അധികമിനി നാളുകൾ നമ്മുടെ അധികം തീർന്നിടുവാൻ. അധികമിനി നാളുകൾ നമ്മുടെ അധികം